ഗ്രൂപ്പ് മാറിയതിന് മാപ്പ് പറയാം, മറ്റുള്ളതിന് നമുക്ക് മാപ്പ് പറയാൻ. ഇവിടെ വന്ന് നോക്കുമ്പോൾ ഡോക്ടർ നോക്കിയ സമയത്ത് തന്നെ കുട്ടിയുടെ ഹൃദയമിടിപ്പ് നിലച്ചിട്ടുണ്ട്. മറു വിട്ടതായിട്ടാണ് കണ്ടത്. മറു വിട്ടിട്ട് കുട്ടി ജീവൻ പോയ പോലെയാണ് കണ്ടത്. ബ്ലീഡിങ് ഉണ്ടായിരുന്നു. അപ്പോഴന്നെ അവരുടെ അടുത്ത് ഹസ്ബൻഡിൻ്റെ അടുത്തൊക്കെ പറഞ്ഞു സമ്മതമൊക്കെ വാങ്ങി മരുന്ന് വെച്ച് പ്രസവിപ്പിക്കാൻ സമ്മതമൊക്കെ വാങ്ങിയിട്ട് നമ്മൾ ഈ മറു വിട്ട് കഴിഞ്ഞാൽ ശരീരത്തിൽ വ്യതിയാനങ്ങൾ പലതും വരാം ബ്ലഡിൽ. അപ്പോൾ അതിനുള്ള ബ്ലഡ് ടെസ്റ്റിന് ലാബിലേക്ക് വിട്ടു. ലിവർ ഫംഗ്ഷൻ ടെസ്റ്റും റീനൽ ഫംഗ്ഷൻ ടെസ്റ്റും ചെയ്യാൻ വേണ്ടിയിട്ട് ലാബിലേക്ക് വിട്ടു. അത് ആ റിസൾട്ട് കിട്ടാൻ 2 മണിക്കൂർ എടുത്തു. നമ്മൾ എന്തെങ്കിലും പ്രൊസീജിയർ ചെയ്യുന്നുണ്ടെങ്കിൽ തന്നെ ആ റിസൾട്ട് കിട്ടിയതിന് ശേഷമേ ചെയ്യുള്ളൂ. മറു വിട്ടതാണ് ഇതിൻ്റെ മെയിൻ റീസൺ. കുട്ടി പ്രസവിച്ച് കഴിഞ്ഞിട്ട് സാധാരണ രീതിയിൽ മറു വിടാൻ പാടുള്ളൂ. മറു നേരത്തെ വിട്ടതാണ് പ്രശ്നം. അതിന് തലേ ദിവസം അവർക്ക് എന്തോ പനിയായിട്ട് ഇവിടെ രാത്രിയിൽ ആറമ്മോനെ വന്ന് കാണിച്ചിട്ടുണ്ട്. നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ബ്ലഡ് ഗ്രൂപ്പിൽ എന്തോ ഒരു കൺഫ്യൂഷൻ വന്നിട്ടുണ്ട്. ഇവിടെ നിന്ന് നോക്കിയപ്പോൾ O പോസിറ്റീവാണ്, അവിടെ നോക്കിയപ്പം A പോസിറ്റീവാണ്. A പോസിറ്റീവാണ്. അത് ചിലപ്പോൾ ഞാൻ കണ്ടിട്ടുണ്ട്. സാധാരണ ഒരു പ്രസവത്തിൽ ഒരു ഗ്രൂപ്പും പിറ്റത്തെ പ്രസവത്തിൽ വേറെ. ഇപ്പം ഞാനൊരു 5-6 പേഷ്യന്റിനെ കണ്ടിട്ടുണ്ട്. എനിക്കത്രേ പറയാൻ പറ്റുള്ളൂ. ചിലപ്പോൾ ഇവരവനത്തെ എഴുതിയതിൽ വന്ന മിസ്റ്റേക്ക് എന്തെങ്കിലും അങ്ങനെ ബ്ലഡ് തെറ്റിയാലും ഞങ്ങൾ ആ സമയത്ത് നോക്കും.